പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഉപയോഗിക്കുന്ന വനിതകൾക്ക് ഇനി പ്രത്യേകം കാർഡ്. പദ്ധതി ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാനും ചില ജീവനക്കാർ ഒന്നിലേറെ ടിക്കറ്റുകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് നീക്കം. എന്നാൽ സൗജന്യ യാത്രയ്ക്ക് കാർഡുകൾ ഏർപ്പെടുത്തണമെങ്കിൽ കടമ്പകളേറെയാണ്. സംസ്ഥാനത്ത് പ്രിയദർശിനി ഹൗസ്ഫുൾ ആണ്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്തിരുന്നവരും എന്തിന് കൂട്ടുകാർക്കൊപ്പം കാറിൽ സഞ്ചരിച്ചിരുന്നവരടക്കം വലിയൊരു വിഭാഗം വനിതകൾ ബസ്സുകളിലേക്ക് മാറിയിരിക്കുന്നു. രാവിലെയും വൈകിട്ടും ബസ്സുകളിൽ വലിയ തിരക്കാണിപ്പോൾ അനുഭവപ്പെടുന്നത്. ഇപ്പോഴിതാ പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നതായി പറയുന്നുണ്ട്. ഈ സൗജന്യയാത്രാ പദ്ധതി ഉപയോഗിക്കുന്ന വനിതകൾക്ക് പ്രത്യേകം കാർഡ് നൽകുന്നതാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്. പദ്ധതി ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാനും ചില ജീവനക്കാർ ഒന്നിലേറെ ടിക്കറ്റുകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് സർക്കാർ ഇപ്പോൾ കാർഡ് നൽകി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ദൂരേക്കുള്ള ടിക്കറ്റ് എടുത്തതിനു ശേഷം യാത്ര പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികളും ഗതാഗത വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. പദ്ധതി നിരീക്ഷിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയും തലവേദനയും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് കാർഡ് അത്യാവശ്യമാണെന്ന അഭിപ്രായമുയരുന്നത്. സൗജന്യയാത്രയ്ക്ക് കാർഡുകൾ ഏർപ്പെടുത്തണമെങ്കിൽ പക്ഷേ കടമ്പകൾ ഏറെയാണ്. കാരണം ദിവസേന 12 ലക്ഷത്തിലധികം സ്ത്രീകളും കുട്ടികളുമാണ് ഈ പ്രിയദർശിനി പദ്ധതിയിലൂടെ യാത്ര ചെയ്യുന്നത്. ഇവർക്കെല്ലാം കാർഡ് നൽകുക എന്നത് കുറച്ച് കടുത്ത കടമ്പയാണ്. മറ്റൊരു കാര്യം, എന്നും യാത്ര ചെയ്തില്ലെങ്കിലും ഭൂരിഭാഗം പേരും കാർഡ് ആവശ്യപ്പെട്ട് വരാനുള്ള സാധ്യതയും ഏറെയാണ്. ഒരു കാർഡിന് 40 രൂപയ്ക്ക് മുകളിലാണ് ചെലവ് വരുന്നത്. ആവശ്യത്തിന് കാർഡ് കിട്ടാനില്ല എന്നത് മറ്റൊരു കാര്യം. നിലവിൽ അപേക്ഷകരുടെ ആധാർ വിവരങ്ങളുമായി ബന്ധിപ്പിച്ച് ഒരു കാർഡ് നൽകാൻ കുറഞ്ഞത് 10 മിനിറ്റ് വേണ്ടിവരും. ടിക്കറ്റ് മെഷീനുകൾ വഴി കാർഡ് നൽകാമെങ്കിൽ തിരക്കുള്ള ബസ്സുകളിൽ അത് പ്രായോഗികമല്ല. ഇത്രയും യാത്രാ കാർഡുകൾ നൽകാനുള്ള അടിസ്ഥാന സൗകര്യവും പ്രത്യേകിച്ച് ജീവനക്കാരും ഡിപ്പോകളില്ല എന്നത് മറ്റൊരു വാസ്തവം. പ്രിയദർശിനിയിൽ കാർഡ് ഏർപ്പെടുത്തിയാലും അതും മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. കാരണം കൈമാറി ഉപയോഗിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പുരുഷന്മാർ ടിക്കറ്റ് ആവശ്യപ്പെടുമ്പോൾ ഇത്തരം കാർഡുകൾ ഉപയോഗിച്ച് ടിക്കറ്റ് നൽകിയ ശേഷം യാത്രാക്കൂലി വാങ്ങിയെടുക്കാൻ കണ്ടക്ടർക്ക് കഴിയും. അതിനാൽ കാർഡ് സംവിധാനം പൂർണ്ണമായും കാര്യക്ഷമമല്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനാൽ സംസ്ഥാനത്ത് ഏകദേശം 1.25 കോടി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാനുള്ള അർഹതയുള്ളതിനാൽ കാർഡ് വിതരണം വലിയ ദൗത്യമായിട്ട് തന്നെ മാറും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.